ഹലോ, ഇന്നിതാ നമുക്ക് ഈ വാഴക്കൂമ്പൊന്ന് ഉപ്പേരി വെച്ചാലോ? വാഴക്കൂമ്പെന്നൊന്നും അല്ല കേട്ടോ, ഇവിടെ വാഴത്തട്ട എന്നാണ് ഞങ്ങളൊക്കെ പറയുക. വാഴത്തട്ട ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഇത് പറിക്കാൻ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്രയ്ക്ക് സിമ്പിളല്ലായിരുന്നു. ഒന്നാമത് കുറച്ച് ഹൈറ്റിലാണുള്ളത്, പിന്നെ അത് പൊട്ടിച്ചിട്ട് പൊട്ടുന്നേ ഉണ്ടായില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വാഴ മൊത്തം മറിഞ്ഞു വീഴുമെന്ന് വിചാരിച്ച് അവസാനം സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ തട്ട പൊളിക്കുമ്പം ചിലരൊന്നും ഒരുപാട് തട്ടയൊന്നും പൊളിക്കില്ല കേട്ടോ, ഒരു 5-6 മുകളിലുള്ളത് മാത്രമേ പൊളിക്കുള്ളൂ. പക്ഷേ ഞാനത് ഫുള്ള് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ വെള്ള കാണുന്നത് വരെ പൊളിക്കും. കാരണം എനിക്ക് അതിൻ്റെ ഹാർഡായിട്ടുള്ള പുറന്തോട് അത്രയ്ക്ക് ഇഷ്ടമല്ല. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ അടി വരെ ഞാൻ പൊളിക്കും കേട്ടോ. അങ്ങനെ അവസാനം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കത്തി കണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കത്തി. ഞാൻ വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഈ കത്തി കണ്ടപ്പോൾ വാങ്ങിയതാണ്. ബാഗിലൊക്കെ ഫ്രൂട്ട്സൊക്കെ മുറിക്കാൻ വേണ്ടി നമുക്ക് ബാഗിലൊക്കെ കൊണ്ട് നടക്കാം, അതിനാ ടോപ്പ് ഉള്ളതുകൊണ്ട് നല്ല മുറിച്ചുണ്ട്. അങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ ചില ആൾക്കാർ കയ്യിൽ തന്നെ വെച്ചിട്ട് വാഴത്തട്ട അരി കിട്ടും. അതും എനിക്കറിയില്ല. ഞാനത് എന്ത് സാധനം കയ്യിൽ വെച്ച അരി എനിക്ക് പേടിയാണ്. ഞാനത് കട്ടിംഗ് ബോർഡിൽ വെച്ച് മാത്രമേ അരിയാറുള്ളൂ. അത് അരിഞ്ഞതാ എനിക്ക് കിട്ടിയത് ഈ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ കുറേ പുറന്തോടൊക്കെ പോക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറയൊക്കെ പോക്കിയതിന് ശേഷം ഒന്ന് ഊറ്റിയെടുക്കുക ചെയ്തത്. പിന്നെ ഇത് ഈ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വാഴത്തട്ട ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ വലിയ സംഭവമായിട്ടുള്ള എന്തോ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുള്ള ഉപ്പേരിയാന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് മെത്തേഡിലാണ് ഞാനത് ഉണ്ടാക്കുന്നത്. സാധാരണ കടുക് പൊട്ടിക്കുന്നു, വാഴക്കൂമ്പ് അതിലിടുന്നു, തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് ഒരുമിച്ച് വേവിക്കുന്നു. ചിലർ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് തേങ്ങ ചേർക്കുക. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ആ തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ആ ഒരു വേവുമ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ എന്തൊക്കെയോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് സാധാരണ ഇതിനേക്കാൾ എത്രയോ നന്നായിട്ട് നിങ്ങൾ വാഴക്കൂമ്പ് ഉപ്പേരി വെക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ചിലരിതിനകത്ത് ചെറുപയർ വേവിച്ചത് ചേർക്കും, ചെറുപയർ മുളപ്പിച്ച് വേവിച്ച് ചേർക്കും, മമ്പയർ വേവിച്ച് ചേർക്കും, മുട്ട പൊട്ടിച്ച് ചേർക്കും, അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഈ നല്ല രീതിയിൽ മാത്രം ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ, റോ ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതിനൊരു വേറെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതാണ്. പിന്നെ എനിക്ക് മെനക്കെടാൻ മടിയായതുകൊണ്ടല്ല കേട്ടോ, എനിക്ക് വാഴക്കൂമ്പിൻ്റെ ഉപ്പേരി ഇങ്ങനെയാണ് ഇഷ്ടം. ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ചേർക്കുമ്പോൾ അത് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പോകുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് കുറച്ചാറ് വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു തേങ്ങയും എല്ലാം കൂടെ കിടന്ന് അത് വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഒന്നാമത് ഞാൻ ആ മുകളിലെ പാളികളൊന്നും എടുത്തിട്ടും ഇല്ലല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഇന്ന് ചോറുണ്ണാം. അതിൻ്റെ കൂടെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അയില തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയുണ്ട്. പിന്നെ അച്ചാർ. ഈ അച്ചാർ എൻ്റെ ഫ്രണ്ട് അപർണ ഉണ്ടാക്കിയതാണ്. അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഓക്കെ, എന്നാൽ ചോറ് കൊണ്ടാം. അപ്പോൾ ഓക്കെ, ബായ്. അപ്പം എൻ്റെ സാധാരണ നോർമൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാഴത്തട്ട ഉപ്പേരി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബായ്.